1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ചതയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. വ്യക്തിത്വ പ്രതിസന്ധി ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. വിഷത്തിൽ നിന്നും അഗ്നിയിൽ നിന്നും എന്തെങ്കിലും രീതിയിലെ പൊള്ളലോ മറ്റുള്ള കഷ്ടപ്പാടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ധനനാശം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. എന്നുവെച്ചാൽ പാഴ്ചിലവുകളെല്ലാം കുറയ്ക്കാൻ സാധിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ത്വക്കിന് എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പാടായിട്ട് മുഖത്തും ശരീരത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന് തക്ക ചികിത്സ ലഭിച്ചാൽ മാറുന്ന ഒരു സമയമാണ്. ശരീരത്തിനുള്ള ബലക്കുറവ് ഉണ്ടായിരുന്നതും ഇതിൽ നല്ല രീതിയിൽ ഒരു ചികിത്സ, സുഖ ചികിത്സയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആയുർവേദ മരുന്നുകളോ ഒക്കെ കഴിച്ചാൽ തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. ചില ആൾക്കാരിൽ നിന്നുള്ള ശല്യങ്ങൾ മാറിക്കിട്ടുന്നു. ചിലർ നിങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതൊക്കെ മാറിക്കിട്ടുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും ധനവും മറ്റുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഈ മാസം മാറിക്കിട്ടുന്നു. അതൊക്കെ ഒരു അനുഭവ യോഗ്യമായി വരുന്നു. പൂർണ്ണമായും അതെല്ലാം മാറുന്നു. വീട്ടിലെ കുടുംബാംഗങ്ങളോടുള്ള ദേഷ്യം, കോപം എല്ലാം മാറിക്കിട്ടുന്നു. മിക്ക രോഗങ്ങൾക്കും ശാന്തി ലഭിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ഉറക്കമില്ലായ്മ വരാം. അത് ഒരു വിഷയം തന്നെയാണ്. അതൊരു വൈദ്യനെ, ഡോക്ടറെ നിങ്ങൾ സമീപിക്കാവുന്നതാണ്. പ്രതീക്ഷിച്ചിരുന്ന സമ്മാനങ്ങൾ ലഭിക്കാതെ വരാം. ഏതെങ്കിലും രീതിയിൽ സമ്മാനങ്ങൾ ലഭിക്കാൻ ഉള്ള ഒരു ഇതുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലഭിക്കാണ്ട് വരാം. ദുർജന സംസർഗം മൂലം കഷ്ടതകൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യത്തിൽ കലഹം വരാം. പങ്ക് കച്ചവടത്തിൽ വലിയ രീതിയിൽ നഷ്ടം വരുന്നതിന് സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ എല്ലാ സമയവും നിങ്ങൾ അവിടെ പൂർണ്ണമായും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നാൽ മാത്രമേ ഈ കൂട്ടുകച്ചവടം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നഷ്ടം വരും. ചിലർക്ക് വിവാഹം നിശ്ചയിച്ചതിന് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. അപമാനം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള ചതയം നക്ഷത്രക്കാർക്ക് ബാല്യകാലം ഒരുവിധം നല്ലതായിട്ട് പോകുന്നുവെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ചില അവസരത്തിൽ കുടുംബത്തിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചിലർക്കുണ്ടാകാം. അതുപോലെ തന്നെ ചില ബാല്യകാല അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ആശുപത്രിവാസം കാണുന്നുണ്ട്. കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങുന്നതിനും വഴക്കിട്ട് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. ചിലരാണെങ്കിൽ പരസ്പരം എന്നേക്കുമായി പിരിഞ്ഞു താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനും തുടർന്ന് പോകുന്നതിനും സാധിക്കുന്നു. ചിലർക്ക് അന്യദേശവാസം കാണുന്നുണ്ട്. ചിലർക്ക് കുടുംബത്തിന് ഒരു പുതിയ വീട് ലഭിക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ബുദ്ധിക്ഷയം വരാനുള്ള സാധ്യത ഈ കുട്ടിക്ക് ഈ സമയം കാണുന്നുണ്ട്. നന്മയും തിന്മയും തിരിച്ചറിയാം എങ്കിലും അത് ആ ചില സമയങ്ങളിൽ ഉള്ള ആലോചനാശേഷി നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു അപാകതയാകുന്നു. എന്നാൽ പിന്നീട് പ്രായം കൂടുമ്പോൾ ഇതെല്ലാം മാറിക്കിട്ടുന്നു. 15 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ചതയം നക്ഷത്രക്കാർക്ക് കഷ്ടപ്പാടുകൾ അല്പാൽപമായി മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം, ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊണ്ട് ജീവിക്കേണ്ടതായിട്ട് വരുന്നു. ചിലർ ആത്മീയതയിൽ കൂടി ജീവിക്കുന്നു. മറ്റു ചിലർ നിഗൂഢമായ മന്ത്രം, തന്ത്രം, മറ്റുള്ളവ അല്ലെ പൂജാപരമായി അതിൽ പ്രാവീണ്യം നേടി അങ്ങനെയും ജീവിക്കുന്നു. ചിലർ ജ്യോതിശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടി അങ്ങനെയും ജീവിക്കുന്നു. ഏതവസ്ഥയായാലും ഇവരിൽ ചിലർ 50 വയസ്സിന് ശേഷം അത്യന്തം പുരോഗതി വരുന്നതായിട്ടാണ് കാണുന്നത്. 50 വയസ്സ് വരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാകാം. കുടുംബത്തിൽ ധനവും ധാന്യങ്ങൾക്കും കുറവ് വരുന്നില്ല. എന്തുണ്ടെങ്കിലും ഇവർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആവശ്യത്തിന് ധനം കിട്ടുകയും ചെയ്യും. ആര് എന്ത് ചോദിച്ചാലും കൊടുക്കുക, സാമ്പത്തികമായിരുന്നാലും മറ്റു വസ്തുവകകളായിരുന്നാലും ഇവരുടെ ഒരു ശീലമാണ്. പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് ഇവർ വിധേയരാകാം. ധനത്തിനും ധാന്യത്തിനും കുറവ് വരുന്നില്ല. ആവശ്യത്തിന് എല്ലാം വേണ്ട സമയത്ത് ലഭിക്കുന്ന ഒരു ഭാഗ്യമുണ്ട്. വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യം ഉണ്ടാകാനും ഇവർക്ക് യോഗമുണ്ട്. ഈ സമയത്ത് ശത്രുക്കളും ഈ സമയം വർദ്ധിച്ചു വരും. ആയതിനാൽ ശത്രുമിത്രങ്ങളെ തിരിച്ചറിയുക ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും അതിന് ശ്രമിക്കുക.
ചിലർക്ക് ഈ സമയം ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. 31 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ചതയം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചിലർക്ക് കടുത്ത വാതരോഗം വരുന്നതിനൊരു സാധ്യതയുണ്ട്. ഈ കാലത്ത് ചില ചതയ നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. അസൂയാലുക്കളായ ആൾക്കാർ നിങ്ങളെ പല രീതിയിലും ദ്രോഹിക്കാൻ ശ്രമിക്കും. ധനപരമായി നഷ്ടം വരുമെങ്കിലും ജീവിതം മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില ചതയ നക്ഷത്രക്കാർക്ക് ഉയർന്ന പദവിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വ്യാപാരം, വ്യവസായം എന്നീ തൊഴിലുകൾ ഇവർക്ക് ചേർന്നതല്ല, അത് നഷ്ടം വരും. സ്വന്തമായി വരുമാന മാർഗം ഉണ്ടാക്കാൻ ഇവര് മറ്റുള്ള മാർഗങ്ങൾ, അതായത് വ്യാപാരവും വ്യവസായവും ഒഴിച്ച് അവർ ശ്രമിക്കുകയാണെങ്കിൽ വിജയിക്കുന്നതാണ്. ചിലർക്ക് ചില പോലീസ് പരാതികളും കേസുകളും ഈ കാലയളവിൽ വരാൻ സാധ്യതയുണ്ട്. സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി ഒരിക്കലും കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നല്ലതല്ല. അതെല്ലാം ദോഷത്തിലേക്ക് വരൂ. മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും മരണം ഈ സമയം ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 50 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള ചതയം നക്ഷത്രക്കാർക്ക് പുതിയ ബന്ധങ്ങൾ, സ്നേഹിതരൊക്കെ ഉണ്ടാകാം. അതുവഴി പല നേട്ടങ്ങളും ഉണ്ടാകാം. പല പ്രകാരത്തിലും സമ്പത്ത് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്നാൽ അതുപോലെ ചെലവുകളും വർദ്ധിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ കാലയളവിൽ ചതയ നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. 50 വയസ്സിന് അപ്പുറം പുതിയ ഒരു ജീവിത മാർഗം കണ്ടുപിടിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പുതിയ ജീവിതം ഒരുവിധം നല്ല രീതിയിൽ പോകാനും ഇവർക്ക് സാധിക്കുന്നു. ഗവേഷണ മേഖലയിലേക്കുള്ളവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്തോഷമുള്ള പലതും കുടുംബത്തിൽ നടക്കാം. ചില സങ്കടങ്ങളും ഉണ്ടാകാം, എങ്കിലും അത്ര പ്രയാസങ്ങൾ വരുന്നില്ല. സ്വന്തമായി വാഹനം വാങ്ങുന്നതിനും മറ്റും സാധിക്കുന്നു. വീടും ഉണ്ടാകുന്നു. കണ്ടത്തിന് അസുഖം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ഈ ഈശ്വര അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ലഭിക്കുന്നതാണ്. ചില വാതരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് രംഗത്തായാലും ഇവർ ഉത്സാഹപൂർണമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവർക്ക് സന്നദ്ധരാണ്. ഈ സമയം ഗുരുസ്ഥാനീയരിൽ നിന്നും പലവിധ ഗുണങ്ങളും ലഭ്യമാകാം. 67 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് ശത്രുദോഷം ഉണ്ടാകുന്നില്ല. ചെറിയ ഈ കാലയളവിൽ ശത്രുദോഷം ഒന്നും അവർക്ക് ഉണ്ടാകുന്നില്ല. ചെറിയ രോഗങ്ങൾ വരാം. സർക്കാരിൽ നിന്നും ചില ഗുണങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ്. സ്വഭവനത്തിൽ നിന്നും മാറി അന്യദേശത്തേക്ക് താമസിക്കുന്നതിന് ഇവിടെ യോഗമുണ്ട്. അന്യദേശ ഗമനം കൊണ്ട് അവർക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. വാദം, കഫം മുതലായ അസുഖങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ദുർജനങ്ങളുമായി വാക്കുതർക്കം എന്നിവ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ധനം നശിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഉയർന്ന അധികാരികളോട് അധികം ശത്രുത പുലർത്തുന്നത് നല്ലതല്ല. വിരോധം പുറത്ത് കാണിക്കരുത്. ഇവിടെ വിദ്യാഗുണം ലഭിക്കുന്ന ഒരു കാലമാണ്. ചതിവിലും വഞ്ചനയിലും പലരും പെടുത്താൻ നിങ്ങളെ ശ്രമിച്ചെന്നിരിക്കും. അതെല്ലാം പല രീതിയിൽ നിങ്ങൾ മാറ്റി എടുക്കുക. ഈ സമയം ഒരിക്കലും ഒരു കേസിന് മുതിരരുത്. നല്ലൊരു സമയമല്ല. അതുപോലെ ജരാതി രോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 74 വയസ്സിന് മുകളിലോട്ടുള്ള ചതയം നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിലെ കഷ്ടതകളും ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം കിട്ടുന്ന ഒരു സമയമാണിത്. ചില സർജറികൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം, എങ്കിലും ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നു. അധികാരികളിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കാം. ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. കൃഷിയിൽ നിന്നും മറ്റും തൊഴിലുകളിൽ നിന്നും ധാരാളം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭ്യമാകും. ഒരുവിധം നല്ലൊരു കാലമാകുന്നു. പുതിയ വാഹനങ്ങൾ, ആഭരണങ്ങൾ, വീട് എന്നിവ സ്വന്തമാക്കുന്നതിനും ഈ സമയത്തും അവർക്ക് യോഗം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരുമെങ്കിൽ തന്നെയും അതെല്ലാം തക്കതായ ചികിത്സ ലഭിക്കുന്നതിനാൽ ഭേദമാകുന്നു. ചിലർക്ക് പുരാവസ്തുക്കളും നിധിയും ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇനി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആദിത്യഗുരു യോഗം നടക്കുന്നതിനാല് നിങ്ങൾക്ക് ഒരു പുതിയതായിട്ട് എന്തെങ്കിലും, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചെറിയ ചെറിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അതിനുള്ള ഒരു നല്ല സമയമാണിത്. അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്തേക്ക്, രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അവര് അതിലെ കാഴ്ചപ്പാടുകൾ വച്ച് തുടങ്ങേണ്ട ഒരു സമയമായി. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിക്കുന്ന യോഗമായിരുന്നതിനാല് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധിപൂർവ്വം ശ്രമിച്ചാൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. ചില വ്യക്തികളെ മാന്യന്മാരായ നല്ല നേതാക്കളായി മാറ്റുന്ന ഒരു യോഗവും കൂടിയാണിത്. അതുപോലെ തന്നെ മിക്ക ആൾക്കാർക്ക് മികച്ച ഒരു ധാർമ്മിക ബോധം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ആശയക്കുഴപ്പം വരുന്നതിന് ഒരു സാധ്യത
കാണുന്നുണ്ട്. അതായത് ദൈവം ഉണ്ടോ, മതഗ്രന്ഥങ്ങളിലും മറ്റും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഇവർക്കുണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അത് വിശേഷിച്ചും ഭക്തജനങ്ങൾക്കാണ്. ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ മിഥ്യാധാരണ വളരുന്നതിന് സഹായിക്കുന്നു. അതായത് പരസ്പരം തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിനും ഒരു വിശ്വാസമില്ലായ്മ വരുന്നതിനും സാധ്യമാകുന്നുണ്ട്. ഏത് ബന്ധമായിരുന്നാലും അങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരിക്കലും നടക്കാത്ത യാഥാർത്ഥ്യങ്ങൾ ആയിട്ട് യുക്തിപൂർവ്വം ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ചിലരെയും ഇവിടെ കാണാൻ സാധിക്കുന്നു. വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും ചില വിള്ളലുകൾ ഉണ്ടാകുന്നു. ആത്മീയതയിൽ നിന്ന് ഭക്തജനങ്ങൾ അകന്നു പോകുന്നതായിട്ട് കാണാം. ആഡംബരത്തിന് വേണ്ടി ദേവാലയങ്ങൾ കൊള്ളയടിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്നു. കപട ആചാര്യന്മാർ മോശമായി അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം നടത്തുന്നതിനാൽ ദൈവഭക്തിയിലും മതഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഏതായാലും ഈ കർക്കിടക മാസം ഒരു ഭക്തജനങ്ങൾക്ക് ഒരു നല്ല സമയമല്ല. നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ നടക്കുന്ന കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.